സോ ഫ്രണ്ട്സ്, വെൽക്കം വൺസ് അഗൈൻ. CGL എക്സാമിനേഷനുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ചില കോർണറിൽ നിന്നും സിലബസിനെ പറ്റി ചില ഡൗട്ടുകൾ വന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇറക്കുന്നത് പെട്ടെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നവർ ഏതാണ്ട് ഒരു 101-102 പേജോളമുണ്ട്. അത്രയും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട സിലബസിനെ പറ്റി പറയാം. നിങ്ങൾക്കറിയാം, 100 ക്വസ്റ്റ്യനാണുള്ളത്. 200 മാർക്കുണ്ട്, നെഗറ്റീവ് മാർക്കുമുണ്ട്. 100 ക്വസ്റ്റ്യൻ വരുന്നത് 4 ഏരിയയിൽ നിന്നാണ്. 4 ഏരിയയിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 25 ക്വസ്റ്റ്യൻ വീതമാണുള്ളത്. 60 മിനിറ്റാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ ഈ 4 മേഖലയ്ക്കായിട്ട് ടൈമൊന്നും തിരിച്ചിട്ടില്ല. 100 ക്വസ്റ്റിനെ എങ്ങനെയെങ്കിലും നിങ്ങൾ ടൈം എടുത്ത് 60 മിനിറ്റ് കൊണ്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് ആണ്. അപ്പോൾ ജനറൽ സ്റ്റഡീസ്, ജനറൽ അവയർനെസ്, ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ നോളജാണ്. ഒപ്പം ഇതിനകത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച എല്ലാ ബേസിക് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, ഹിസ്റ്ററി, സിവിക്സ്, ജോഗ്രഫി, സ്പോർട്സ്, ആർട്സ്, കൾച്ചർ, ഇത്രയും വാസ്റ്റ് ഒരു സബ്ജക്റ്റിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു മേഖലയിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ കൂടുതൽ വരാൻ സാധ്യതയില്ല. ഈ സമയത്ത് നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയും. രണ്ടാമത്തത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ലേണിംഗ് ആണ്, റീസണിങ് ആണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് തൽക്കാലം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾക്ക് നേരെ ഇംഗ്ലീഷിലേക്ക് പോകാം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ്. അത് നമ്മൾ നോർമൽ ജീവിതത്തിലും അത്യാവശ്യമാണ്. എല്ലാ എക്സാമിനേഷനും ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇംഗ്ലീഷിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഗ്രാമറിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. രണ്ടാമത്തത് നിങ്ങൾക്ക് വരുന്നത് കോംപ്രിഹെൻഷനിലാണ്. മൂന്നാമത്തത് വൊക്കാബുലറിയാണ്. ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് വൊക്കാബുലറിയും ഗ്രാമറുമാണ്. കാരണം കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് സ്ലോലി നിങ്ങളുടെ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യപ്പെടുന്നതാണ്. ഇംഗ്ലീഷിൽ സാധാരണ വരുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഓവർ കോൺഫിഡൻസിനുള്ള സാധ്യതയുണ്ട്. ഗ്രാമർ പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ കൃത്യമായ റൂൾസ് പഠിച്ചതിന് ശേഷം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ അതിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പിന്നെ നിങ്ങൾക്ക് ഏതും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ആർക്കെങ്കിലും ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചേക്കുക. ഞാൻ മനസ്സിലാക്കുന്ന 25 ക്വസ്റ്റ്യനിൽ സത്യത്തിൽ നിങ്ങൾ വളരെ തറവായിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഒരു 23-24 യു ക്യാൻ സ്കോർ 23-24 ക്വസ്റ്റ്യൻസ് വെരി കറക്റ്റ്ലി. And the benefit is you will be in a position to do this within 6 minutes, 6 to 7 minutes. ഒരു 6-7 മിനിറ്റ് കൊണ്ട് 23-24 ക്വസ്റ്റ്യനെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ഡീപ്പ് നോളജോട് ഇംഗ്ലീഷിനെ കൈകാര്യം ചെയ്യണം. ഒട്ടും മിസ് ചെയ്യാതെ ഇംഗ്ലീഷിനെ മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 23-24 ക്വസ്റ്റ്യനെങ്കിലും ഇംഗ്ലീഷ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയല്ല, ഒരു 6-7 മിനിറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ ഒരു 25 ക്വസ്റ്റിന് 15 മിനിറ്റ് എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കൊരു 7-8 മിനിറ്റിന്റെ ലാഭം അവിടെ ഉണ്ടാകും. അടുത്തത് നമ്മളുടെ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലവർക്ക്, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിനെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ട്രീം തേടിയവർക്ക് അല്പം പേടിയായിരിക്കും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് വാസ് ടഫ് ഫോർ യു, എഗ്രീഡ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ 22, 23, 24 വയസ്സൊക്കെ ഉള്ളവരാണ്. അപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ റീസണിങ് എബിലിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങൾ 10ാം ക്ലാസ് സിലബസ് പഠിക്കുമ്പോൾ യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഈസി. അതാണ് എൻ്റെ സംഭവം. അപ്പോൾ ഒരിക്കലും മാത്തമാറ്റിക്സ് ടഫാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട. മാത്തമാറ്റിക്സ് ഈസിയാണ്. ബിക്കോസ് this mathematics was tough for you, for some of you, when you were a 10th class student. ഇപ്പം നിങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് ആ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് മാത്തമാറ്റിക്സ് പഠിക്കണം. മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിക്കേണ്ടത്, ഒന്ന്, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ ആണ്. പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് പഠിക്കുകയും ഡീപ്പായി പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പിന്നെ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, ഈ ക്വസ്റ്റ്യനുകളെല്ലാം പഠിക്കുവാൻ കുറച്ചുകൂടെ എളുപ്പമാകും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ഈ 4 പോർഷൻ ശരിയായിട്ട് പഠിക്കുക. പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ ഡീപ്പ് നോളജിൽ പഠിക്കുക. ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആയിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്,
ആൻഡ് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലുള്ളത് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാം, ജോമെട്രിയിൽ നിന്ന് വരാം, ഓൾജിബ്രയിൽ നിന്ന് വരാം, ട്രിഗണോമെട്രിയിൽ നിന്ന് വരാം. ഇതൊക്കെ സത്യത്തിൽ 10ാം ക്ലാസ്സിൻ്റെ സ്റ്റാൻഡേർഡിൽ മാത്രം പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ചുരുക്കത്തിൽ മാത്തമാറ്റിക്സും അറ്റംപ്റ്റ് ചെയ്താൽ ഒരു 22-23 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് 15 മിനിറ്റ് എടുക്കത്തില്ലെന്നുള്ളതാണ് വസ്തുത. ഒരു കാരണവശാലും എടുക്കുക. ആദ്യത്തെ ഒരു 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏതാണ്ട് 10-15 സെക്കൻഡ് ഓരോ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണം ടു സം അറൗണ്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്കുള്ളത് റീസണിംഗ് ആണ്. ഈ റീസണിങ്ങിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്തമാറ്റിക്സ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ ലോജിക്കലി നിങ്ങളുടെ റീസണിങ് പോർഷൻ ഇൻക്രീസ് ചെയ്തോളും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷും മാത്തമാറ്റിക്സും മാത്രമാണ്, പ്രത്യേകിച്ച് Tier 1 ക്ലിയറൻസിന്. Tier 1 ക്ലിയറൻസിൻ്റെ വേറൊരു പ്രത്യേകത, ഈ Tier 1 എത്ര മാർക്ക് കിട്ടിയാലും ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ക്ലിയറിംഗ് ടു ദ Tier 2. അവർ എലിമിനേഷൻ റൗണ്ട് ആണെന്ന് വിചാരിക്കാവുള്ളൂ. അപ്പോൾ Tier 1 കിട്ടുന്ന സ്കോറുകൾ എത്ര ആയിരുന്നാലും ഫ്യൂച്ചറിൽ അതിന് വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ 150 ആയിരുന്നു, 150 ആയിരുന്നു കട്ട് ഓഫ്. ദാറ്റ് മീൻസ് യു ഷുഡ് ഹാവ് 75 റൈറ്റ് ആൻസേഴ്സ്. ഈ വർഷത്തെ വേക്കൻസി ഓൾമോസ്റ്റ് ഡബിൾ ആയതുകൊണ്ട് ദിസ് ഈസ് ലൈക്ലി ടു കം ഡൗൺ. ഒരു 135-140 കട്ട് ഓഫ് വരുമെന്നാണ് ജനറലി പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു 80 ക്വസ്റ്റ്യൻസ് എങ്കിലും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ Tier 1 സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ 100 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ് എന്നുള്ള ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. വാട്ട് യു ഹാവ് ടു അറ്റംപ്റ്റ് ഈ 60 ക്വസ്റ്റ്യൻസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും ആവർത്തിക്കുന്നു, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ആണ് ശ്രദ്ധിക്കേണ്ടത്. 3 ടിപ്പ് പറയുവാൻ നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ എക്സാമിനേഷന് യു ഹാവ് അനദർ 2 മന്ത്സ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് യു ഹാവ് ടു ക്രിയേറ്റ് എ കോമ്പറ്റേറ്റീവ് എൻവയൺമെൻറ്റ് അറ്റ് വെയർ യു ആർ സ്റ്റഡി. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ആ കോമ്പറ്റേറ്റീവ് എൻവയൺമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ യു മേ ഓപ്റ്റ് ഫോർ സംവെയർ എൽസ്. രണ്ടാമത്തത്, ഓവർ കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക. ഓവർ കോൺഫിഡൻസ് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. മൂന്നാമത്തത്, ഇൻക്രീസ് ദ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് റിപ്പീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ 3 ടിപ്പ് പറയാനുള്ള, ഒന്ന്, ക്രിയേറ്റ് എ കോമ്പറ്റേറ്റീവ് എൻവയൺമെൻറ്റ്, ദെൻ ഓവർ കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക, മൂന്നാമത്തത് ഇൻക്രീസ് ദ സ്പീഡ്, സോ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻസ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഇനിയും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര മണിക്കൂർ പഠിക്കണമെന്നുള്ളത്. ഐ വിൽ സജസ്റ്റ് യു ടു സ്റ്റഡി മിനിമം 12 hours എ ഡേ. ഇത് നിങ്ങളുടെ അടുത്ത 30 വർഷത്തേക്കുള്ള ലൈഫാണ്. അടുത്ത 30 വർഷത്തേക്കുള്ള ലൈഫിൽ നമുക്കൊരു 12 മണിക്കൂർ പഠിക്കാൻ പറ്റില്ലേ? ഓഫ് കോഴ്സ് യു ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ 12 hours പഠിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു 4 hours മാത്തമാറ്റിക്സ് പഠിക്കുക, 4 hours ഇംഗ്ലീഷ് പഠിക്കുക, പിന്നെ 4 hours മറ്റ് 2 സബ്ജക്റ്റും കൂടെ കൊടുക്കുക. അങ്ങനെയെങ്കിൽ യു ക്യാൻ ഡു വെൽ. ഇതിൽ നിങ്ങളുടെ മാത്തമാറ്റിക്സ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഈ 4 എന്നുള്ളത് 5 ആക്കുക, കറസ്പോണ്ടിംഗ്ലി ഇംഗ്ലീഷിൽ മാറ്റുക. ഇത്രയും മാത്രമേ പറയുവാനുള്ളൂ. വളരെ പെട്ടെന്ന് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഓൾ ദി ബെസ്റ്റ്.